ക്യാൻവയിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക നിങ്ങൾ ചോദിച്ചില്ലേ? ഞാൻ അതപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ക്യാൻവ ഫ്രീ റെസ്യൂമേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ ബിൽഡ് മൈ റെസ്യൂമേ, ജസ്റ്റ് ഞാനിപ്പോൾ സൈനപ്പ് ചെയ്തുള്ളതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോയത്. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് സൈനപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ പ്രൊസീജിയർ. പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ടെംപ്ലേറ്റ്സ് ആണ്. മതിയറ ഇതിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് നമ്മളതിൽ പ്രൊഫൈൽ കൊടുക്കുക. പ്രൊഫൈൽ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. വർക്ക് എക്സ്പീരിയൻസ് എപ്പോഴും ക്രൊണോലോജിക്കൽ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രസൻ്റ്ലി, പിന്നെ നമ്മൾ മുന്നേ എപ്പോഴാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെ ആ രീതിയിൽ മതി. കോണ്ടാക്ട്സിൽ എപ്പോഴും നമ്മളുടെ ഒരു നമ്പറും ഇമെയിൽ ഐ ഡിയും ലിങ്ക്ഡിൻ്റെ ഐ ഡിയും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എഡ്യൂക്കേഷനിൽ എപ്പോഴും നമ്മൾ ലാസ്റ്റ് എന്താണോ പഠിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് രീതിയിലുള്ളത്. പിന്നെ സ്കിൽസ്, നമുക്ക് ലാംഗ്വേജ് അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസൊക്കെ ചേർക്കാം. പക്ഷെ ഒരു ചീട്ട് കൊട്ടാരം പണിത് വെക്കരുത്. നമ്മളെ ഫുഡ് ട്രയലിനൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം നമ്മുടെ സി വിയിലുള്ളതിനെക്കാട്ടിയും കൂടുതലാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ഫോട്ടോ വയ്ക്കുമ്പോൾ എപ്പോഴും പ്രൊഫഷണൽ രീതിയിലുള്ള ഫോട്ടോ വയ്ക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ ഫയലിലൊന്ന് പോയിട്ട് അപ്ലോഡ് ഫയൽസിൽ കയറിയിട്ട് ഒരു ഫോട്ടോ, തൽക്കാലം ഞാൻ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്ലോഡ്സിൽ പോയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ആ സർക്കിളിൻ്റെ അവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറിൽ, ഡൗൺലോഡിൽ, PDF, കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ PDF ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. കട്ടായിക്കോ. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക എന്തായാലും. ഓക്കെ.